ഹലോ ഗൈസ്, വെൽക്കം ടു ഐ യൂട്യൂബ് ചാനൽ. എന്തായത്? ഓക്കെ, സോ ഇന്ന് ഞാൻ അടുക്കളയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. വേറൊന്നുമല്ല, ഒരു സിമ്പിളായിട്ടുള്ളൊരു ഓംലെറ്റാണ്. ഒബ്വിയസ്ലി ഓംലെറ്റ് എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ. എന്താണ് ഇതിൽ ഇത്രയും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകതയൊന്നുമില്ല. അതിൽ ചെറുതായിട്ട് ക്യാരറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു ഡയറ്റ് എന്ന രീതിയിൽ നോക്കുന്നവർക്ക് ബെസ്റ്റ് ലഞ്ചായിട്ട് ഞാനിത് പ്രിഫർ ചെയ്യും. കാരണം ഞാൻ ഇപ്പോൾ ഡയറ്റിലാണ്. ഇതിലെന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ഞാൻ അതറിയിക്കാം. അതൊരു വെറും പ്രോഗ്രസ് ഇല്ലാതെ നമ്മൾ അതിൽ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ എടുത്തേക്കുന്നത് ഗ്രേറ്റഡ് ക്യാരറ്റാണ്. പകുതി ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ, എനിക്ക് മാത്രം കഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഫുൾ ക്യാരറ്റ് എടുത്തിട്ടില്ല, പകുതി എടുത്തിട്ടുള്ളൂ. ആവശ്യമുള്ളവർക്ക് ഓണിയൻ ആഡ് ചെയ്യാം, തക്കാളി ആഡ് ചെയ്യാം, ബ്രോക്കോളീസ് ആഡ് ചെയ്യാം. ഇതൊന്നും എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഓണിയൻ ഉണ്ട്, പക്ഷെ വേണ്ട. ഇന്ന് നമുക്ക് ക്യാരറ്റ് നമുക്കൊരു ബോളിലോട്ട് ആഡ് ചെയ്യാം. കുറച്ച് പയറുണ്ട്, പച്ചപ്പയർ കാണാൻ പറ്റുന്നുണ്ടോ? പച്ചപ്പയറുണ്ട്. ഇത് വേവിച്ച് വെച്ചേക്കുന്നതാ. ഇത് ഞാൻ സാധാരണ അല്ലാണ്ട് നോർമലി കഴിക്കണമായിരുന്നു. നമുക്ക് ഇന്ന് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കഴിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. സോറി, പാത്രം ഇട്ടതാണേ. നമ്മൾ എൻ്റെ കണക്ക് പ്രകാരം ഞാൻ 2 മുട്ട കഴിക്കും ഡെയിലി. അപ്പോൾ നമുക്ക് 2 മുട്ട തന്നെ കഴിക്കാം. 2 മുട്ടയുടെ ഫുള്ള് ഞാൻ എടുക്കാറില്ല, വൈറ്റ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. വെയിറ്റ് ലോസിന് ഐ തിങ്ക് വൈറ്റ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വലിയ ഡയറ്റീഷ്യൻ കൊണ്ടാണ്ടൊന്നുമല്ല, എന്നാലും പൊട്ടിക്കാം. തൽക്കാലം നമുക്ക് അടുത്ത മുട്ട പൊട്ടിക്കാം. സക്സസ്ഫുള്ളി നമ്മൾ 2 മുട്ടയുടെ വെള്ളയും പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. സക്സസ്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പും കുരുമുളകും മാത്രം. കുരുമുളക് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. പ്ലീസ് എക്സ്ക്യൂസ്. മതിയാവും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മിക്ക്കണം. സമയമില്ല, സമയത്ത് ഇതൊക്കെ കൊട്ടിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ നമുക്കിത് മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് പാനും കൂടെ ചൂടാക്കാൻ വെക്കണം കേട്ടോ. വെച്ചിട്ട് വരാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ലേശം ഓയിൽ ഒഴിക്കാം. ഒഴിക്കോ? വളരെ കുറച്ച് ഒഴിച്ചാൽ മതി, നമ്മൾ ഡയറ്റിലാണല്ലോ.
പിന്നെ മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പറ്റുന്ന അത്രയും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആകെ ആ മുട്ട വേവേണ്ട ടൈം മാത്രമേ കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ ഓൾറെഡി ഇതിലിട്ടിരുന്ന പയറൊക്കെ ഓൾറെഡി വേവിച്ചതാണ്. അതുകൊണ്ട് അതിന് എക്സ്ട്രാ ടൈം നമ്മൾ ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അതങ്ങനെ വേവട്ടെ. തീ കൂട്ടി കൊടുക്കാം. ഓവറായിട്ട് വേണ്ട, നമുക്കൊരു മീഡിയമിലോട്ട് പിടിച്ചാൽ മതി. അപ്പം അതൊന്ന് വെന്തോട്ടെ. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മോമീസ് ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ അടപ്പ് കാണുവാനില്ല ഗൈസ്. അടപ്പ് കാണുവാനില്ല. ഇരിക്കുന്ന അടപ്പ് എൻ്റെ പാനിന് ചെറുതാണ്. ഒറ്റപ്പാടൊക്കെ കേൾക്കും ഗൈസ്. കാരണം ഇതിൻ്റെ ഇടയിൽനിന്നൊക്കെ തപ്പിയെടുക്കണ്ടേ. ഓ, ഒരെണ്ണം കിട്ടി. നമുക്ക് അടച്ചു വെച്ച് നോക്കാം. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ ടാസ്കിലോട്ട് കിടക്കാം. ഇതൊരു മെയിൻ ടാസ്ക്കാണ്. ഇത് തിരിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര. 3, 2, 1 go. ഓക്കെ, അതിന് സെറ്റ് ആവും. ഓക്കെ, ഇതായിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഓഫ് ചെയ്യാൻ മറക്കണ്ട. ശരി, എൻ്റെ ലഞ്ച് ഈസ് റെഡി. നമുക്കിത് കഴിക്കാം. Let's have it. വാവ് ആണോന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ ഹെൽത്തി ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി യെസ്. ഇഫ് യു ആർ ഡയറ്റിംഗ് ഇത് നല്ലൊരു ഓപ്ഷനാണ്. വയറ് ഫുള്ളായിട്ടിരിക്കുകയും ചെയ്യും, അധികം വിശക്കത്തൊന്നുമില്ല. കഴിച്ചു നോക്കൂ. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അല്ല, ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു our YouTube channel. So until next time, bye.